പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ അംഗീകരിച്ചാണ് കോടതി നടപടി. രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഉപഹർജിയും തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. ആദ്യ ദിനം ഏകദേശം 2 മണിക്കൂറോളം നീണ്ട വാദവും ഇന്ന് 25 മിനിറ്റോളം നീണ്ടുനിന്ന വാദത്തിനും ശേഷമാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. ബലാത്സംഗം, നിർബന്ധിതവും അശാസ്ത്രീയവുമായ ഗർഭചിത്രം എന്നിവയായിരുന്നു രാഹുലിനെതിരെ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന നിരീക്ഷണത്തോടെയാണ് കോടതിയുടെ വിധി. ആദ്യ പരാതിക്കാരിയായ അതിജീവിതയുടെ കേസിൽ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം എന്നിവയുടെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഒപ്പം രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചു. തെളിവായി എഫ്ഐആർ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള സ്ഥിരം കുറ്റവാളിക്ക് ജാമ്യം അനുവദിച്ചാൽ സ്വാധീനമുപയോഗിച്ച് പ്രതി തെളിവുകൾ നശിപ്പിക്കുമെന്നും പരാതിക്കാരിയായ യുവതികളെ ഭീഷണിപ്പെടുത്തുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരി കോടതിയിൽ വാദിച്ചു. രാഹുലിനെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള പോലീസ് റിപ്പോർട്ടും പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നും ഗർഭചിത്രത്തിന് പെൺകുട്ടി സ്വന്തം നിലയ്ക്കാണ് ഗുളിക കഴിച്ചതെന്നും പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ വാദങ്ങളും തള്ളിയ കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉപഹർജിയും കോടതി തള്ളി. സ്വകാര്യത മാനിച്ചുകൊണ്ട് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു കേസിന്റെ വാദം നടന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.